വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഉണ്ടായപ്പോൾ മനസ്സിലായിട്ടുള്ള നല്ല നാടൻ ചിക്കൻ ബിരിയാണി. നാടൻ ചിക്കൻ ബിരിയാണി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടുപഠിച്ചൊരു ചിക്കൻ ബിരിയാണി. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു എത്ര വയസ്സുണ്ടാവും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു 18-19 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ബിരിയാണി. എൻ്റെ വീട്ടിൽ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ അമ്മ ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 18 വയസ്സിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്. അവിടെ നിന്നാണ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നൊക്കെ ആരെങ്കിലും വീട്ടിൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കാറ് കേട്ടോ. എന്തോ അന്നൊട്ടും കുട്ടിക്കാലം തൊട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഫുഡ് ടേസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അന്ന് ഇന്നും എന്നും ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടേസ്റ്റ് എൻ്റെ ടേസ്റ്റിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ എല്ലാം ഉണ്ടാക്കാറ് കേട്ടോ. എനിക്ക് ഇന്നത് വേണം ഇങ്ങനെ വേണം. ഞാൻ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ കുറേ മാറ്റങ്ങൾ ഞാൻ വരുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനങ്ങളുണ്ടാകും, ഇഷ്ടമുള്ളതുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ. പക്ഷേ ആ ബിരിയാണിയോട് അന്ന് ആദ്യമായിട്ട് ആ ഒരു ടേസ്റ്റ് ഇന്നും നാവിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ഇട്ട് നല്ല വറുത്ത ചിക്കനോട് ഉണ്ടാക്കിയ ബിരിയാണി. അപ്പോൾ അരി കഴുകി കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിട്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാവരും വെറൈറ്റി ആയിട്ടില്ല ബിരിയാണി എല്ലാം കൊല്ലം നമ്മൾ ഉണ്ടാക്കാറ്. എന്തായാലും ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരു നാടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കും എല്ലാവർക്കും. എന്താ ചെയ്യുന്നു, നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും മോഡൽ ബിരിയാണികൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ നല്ല പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിരിയാണി കിട്ടാറില്ല. അപ്പം എനിക്ക് എന്നും ആ ഒരു ബിരിയാണിയോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എന്തൊക്കെ കാര്യങ്ങളും കാലഘട്ടങ്ങൾ മാറി വന്നാലും എന്തൊക്കെ മോഡലിൽ ബിരിയാണികൾ വന്നാലും പണ്ടത്തെ നമ്മൾ കല്യാണ വീട്ടുകളിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അല്ല ചേട്ടാ? അതിനെ പറിച്ച് എന്താ പറയുക വെച്ചാ കൈപ്പുണ്യെന്ന് പറഞ്ഞ ഇതിന്റെ കൂടെ കൂടിപ്പോ അല്ല ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത്. പണ്ട് നമ്മൾ ഓരോ കല്യാണം പോകുമ്പോൾ കഴിക്കുന്ന ബിരിയാണി അതിന് ടേസ്റ്റ്. കല്യാണ വീട്ടിലത്തെ ബിരിയാണി ഓരോ ബിരിയാണി ഉണ്ടാക്കണവർക്ക് ഓരോ അവരേന്റെ ഒരു മോഹൻലാലിനെ കാണുന്ന മാതിരിയാ അന്നത്തെ ബിരിയാണിയൊക്കെ അന്ന് വളരെ കുറവല്ലേ. എനിക്ക് പണ്ട് കേട്ടോ ഹിന്ദുക്കളുടെ കല്യാണത്തിന് പക്ഷേ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് പോലെ ഇഷ്ടം ബിരിയാണി അവിടെ ഉള്ളു. പിന്നെ ഹോട്ടലിൽ നിന്നല്ല കഴിക്കുക പണ്ടൊക്കെ. അങ്ങനെ ഇന്നും ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു കുട്ടിക്കാലം. അല്ല അവിടെ പച്ചക്കറി വന്നിട്ടില്ലെന്ന് ഇങ്ങനെ വിളിച്ച കുഞ്ഞാ ഒന്ന് പൊന്നേച്ചോട് പൊതിനാലും മല്ലിയാലും കുറച്ച് മേടിക്കാൻ വന്നേ. അതിന് കാശ് കൊണ്ടതിൻ്റെ ഒന്നും അറിയില്ല. ഞാൻ ചിക്കൻ മസാല പറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറയാം. മസാല പറ്റിയിട്ടുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി, തൈര് മാത്രം വെച്ച് നല്ല നാടൻ മസാല മാത്രം ഇട്ടിട്ട് മസാല പരട്ടി ഒരു 1/4 മണിക്കൂറായിട്ട് തൈരിലിങ്ങനെ സെറ്റായിട്ടിരിക്കണം. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ എരിയും പുളിയൊക്കെ നന്നായി പിടിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് സബോള വറുത്തെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് വന്നിട്ടില്ല, അണ്ടിപ്പരിപ്പ് ഞാൻ മേടിക്കാൻ മറന്നു. അപ്പോൾ അത് മേടിക്കണമല്ലോ. ചിക്കനിൽ മസാല പരഞ്ഞത് കാണിക്കാമെന്ന് വെച്ചിട്ട് ഇനി പറഞ്ഞിട്ട് സംശയം വേണ്ട. അപ്പം ഞാൻ 2-3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഇത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ പരട്ടി അത് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ. തൈരില്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിട്ടാ. ഇതിലേതെങ്കിലും ഒന്ന് മതി. തൈര് കൂട്ടിയിട്ട് നന്നായി നമ്മളത് കൂട്ടിയിട്ടൊരു 1 മണിക്കൂർ വെക്കാൻ നേരം വെക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ വറക്കണമെങ്കിൽ വറക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു ഏകദേശം 1 മണിക്കൂർ ഞാൻ സമയം വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അപ്പോഴേക്കും അരി വേവിക്കുക, കാര്യങ്ങൾ ചെയ്യുക, സബോള അരിയുക, അതൊക്കെ തന്നെയായിട്ട് സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ എന്നാലും ആ ടൈം 1 മണിക്കൂറോളം മസാല പരട്ടിയിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 1.5 കിലോ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കേട്ടോ 1.5 കിലോ മേടിച്ചതാണ്. അളക്കേണ്ട ആവശ്യമില്ല. 1.5 കിലോ അരി മേടിച്ച ജീരകശാലയാണ് കേട്ടോ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജീരകശാല അരി കേട്ടോ. അത് നല്ല സോഫ്റ്റ് കാരണം. പിന്നെ ഞാൻ ബിരിയാണിക്ക് തലേദിവസം കുതിരായിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് എടുത്തിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകാൻ പാടില്ല, ഒരൊറ്റ വിസിലേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തു.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ ഈ ദം ബിരിയാണി. അതാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത്. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി അത് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ്. എന്താ അതിനോട് ആ ബിരിയാണിയോടൊക്കെ കൂടുതൽ ഇഷ്ടം. ഇവിടെ ദമ്മിട്ട വലിയ ഇഷ്ടത്തിന്, പക്ഷേ ഞാൻ ഇന്നും അത് ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണം. വേറെ എല്ലാ ദിവസവും വേറെ ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാറ്. എൻ്റെ ഇഷ്ടം ഞാൻ നോക്കാറില്ല. ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം, നമുക്ക് അരി വേവിച്ചെടുക്കണ വെള്ളം, ചെറുനാരങ്ങ പിഴിഞ്ഞുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം, ഇതൊക്കെ കുറേശ്ശെ കേട്ടോ. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് അരി ഒന്നുകൊണ്ട് ഒട്ടാണ്ടിരിക്കട്ടോ. ഇനി ഇത് തിളച്ച നമുക്ക് അരി ഞാൻ കുതിരായിട്ടുണ്ട്. അരി കഴുകിയിട്ട് ഇതിലിട്ടണം. കഴുകി കുതിരാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി അതിൽ ഇതിലേക്ക് ഇടാൻ വേണ്ടിട്ട് ഇത് തിളച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഇത് തിളക്കട്ടെ. നമ്മുടെ കട്ടിങ് മാഷ്. ഹായ്, എന്താണ് സാർ? ഞാൻ ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ബിരിയാണി ഉണ്ടാക്കണം. അടിപൊളി പിന്നെ ദം ബിരിയാണിയാ. എന്താ അല്ലെ എന്തുണ്ടാക്കിയ അടി ഉണ്ടാക്കണതാണല്ലോ. അതാ ബിരിയാണി ഇഷ്ടം. തിന്നണ സാധനമായി മതി. അല്ലെങ്കിൽ അത് വേണ്ടത് നേരെ വല്ല ഞാനവിടെ ചില സാധനങ്ങളൊക്കെ തിന്നുന്നതാണ്. ചേച്ചി കുഞ്ഞിങ്ങനെയൊക്കെ തിന്നോ, ഈ സാധനങ്ങളൊക്കെ പൊന്നു തിന്നോ എന്ന് ചിന്തിച്ച കാര്യങ്ങളുണ്ട് കേട്ടോ. പൊന്നു അങ്ങനെ ഇങ്ങനെയും സാധനം തിന്നാത്ത ആളാ. ഇപ്പൊ പൊന്നു ചില ഹോട്ടലിലൊക്കെ പോയി ഉപ്പേരി കൂട്ടി ചോറുണ്ട്. ഈ ഉപ്പേരിയൊക്കെ പൊന്നു കൂട്ടുമെന്ന് ഞാൻ നോക്കി നിന്ന് പോയില്ല. പിന്നെ പ്രസവം കൂടെ കഴിഞ്ഞപ്പോ ഫുഡ് തിന്നാൻ പഠിച്ചു. ഫുഡായാൽ മതി പൊന്നൂര്. ഓക്കെ. അപ്പോൾ നമ്മൾ പഴയ ബിരിയാണിക്ക് ആവശ്യം ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത്, ക്യാരറ്റ് കനി കുറച്ച് അരിഞ്ഞ് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണം. ഓക്കെ, ഒരു 4 തക്കാളി അരിയാണ് കേട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ. നാളെ കോഴിയല്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിൻ്റെ വീട്ടില് അപ്പോൾ ലോനാൻ്റെ വീട്ടില് ഷീലേച്ചിയിലും ലിസേച്ചിലും ഒക്കെ കല്യാണത്തിന് അവരുടെ ബാത്റൂമിൽ ആ കോഴികളെ കൊണ്ടിട്ട് പറഞ്ഞു. അല്ല, വെള്ള കോഴികളായിരുന്നു. നിറച്ച് വെള്ള കോഴികളായിരുന്നു. നല്ല ഓർമ്മയുണ്ട് അത്. അല്ല, നാടൻ ചിക്കനൊന്നുമില്ല. ഈ വഴിക്ക് മറ്റുള്ള കോഴികളുടെ എന്ത് ഞാനാ എനിക്ക് എൻ്റെ ഓർമ്മയില് ഞാൻ ഓർമ്മ വെച്ച് നോക്കുമ്പോ ഷീലേച്ചിയുടെ കല്യാണത്തിനൊക്കെ ബിരിയാണി കഴിച്ചല്ലോ. ഓർമ്മ നിശ്ചയിച്ചിട്ട് ഷീലേച്ചിന് അങ്ങനെ ബിരിയാണി കഴിച്ചല്ലോ. എനിക്ക് കയറി വന്ന ഒരു 6 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഫുഡിനോട് എന്നും എനിക്കൊരു ഇഷ്ടമാണ്. അല്ല, നമ്മുടെ നാട്ടിലുണ്ട് പറഞ്ഞ പോലെ ബക്രിക്ക ബിരിയാണി ബക്ര, അത് വേറെ ലെവൽ. ഷക്കീറിന്റെ ബിരിയാണി ഒരു കാലഘട്ടം ട്രെൻഡ്. ഇപ്പൊ കുറെ ആയിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ആ ഷക്കീറിന്റെ ബിരിയാണി, ആ ചിക്കന്റെ മസാല വീട്ടിലേക്ക് ടേസ്റ്റായിരുന്നു. ഓരോ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് തിരിച്ചു കിട്ടാൻ ഭയങ്കര ടെൻഷനാട്ടോ. ആലോചനകളൊക്കെ ഭയങ്കര കൂടുതലപ്പോ. പാട്ട് പറഞ്ഞു എന്തിനാണ് ആ പാട്ട്? ഏതിലാ? ഏത് ഷോർട്സ് ആണ്? വീഡിയോ കിട്ടിയ മാത്രമേ യൂട്യൂബില്. അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറക്കണത് വീഡിയോ ഓണാക്കാൻ മറന്നിട്ട് എന്നാലും ലാസ്റ്റ് കോരി എടുക്കണത് ഇങ്ങനെ കാണിച്ചു തരണം. കണ്ട, അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി കുഴപ്പമില്ലാണ്ട് കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. കണ്ട, അപ്പം നല്ല ഭംഗിയിൽ ഇതിൽ കാണുന്ന പോലെ കേട്ടോ. കറക്റ്റ് നല്ല ഗോൾഡൻ കളറിൽ കിട്ടിക്കണം കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. വെക്കാനാണ് സ്ഥലമില്ലാത്തത്. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അടുത്തത് നമ്മളൊരു 1 മണിക്കൂറൊക്കെ മേലെ ആയിട്ട് നമ്മുടെ ചിക്കൻ മസാല പറ്റി വെച്ചിട്ട് അപ്പം അത് നമുക്ക് ഓരോന്നായി വറക്കാം.
കൈ പൊള്ളാതെ നോക്കുക. ഉരുളിയുടെ സൈഡിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൈ പൊള്ളോ എന്ന് നോക്കിയിട്ടിടുക. അപ്പം ഇനി ഇത് വറുത്ത് കോരത്തേട്ടാ. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഒരു തരി ഉപ്പ് മുൻതൂക്കം നിൽക്കണം, എന്നാലും റൈസിലേക്ക് കറക്റ്റ് ആവുള്ളൂ. ഒരു തരി കൂടി ഉപ്പിട്ടോളൂ. ഇത് നല്ല കോപ്പരണ്ടാക്കല്ലേ? നല്ല ഓപ്പനാക്കണം. ഉണ്ടാക്കാൻ കഴിക്കാം. ഉണ്ടാക്കാതെ വീടില്ല. കോപ്പലും നോക്കാം. കായനെടുത്ത് വെച്ചാ ഒന്നെടുത്തുണ്ട് പുതിയത്. ഒന്നെ മാറ്റി വെച്ചാ വലുത്. തരി ഉപ്പുണ്ട് കുറവട്ടെ. നമ്മുടെ കുഞ്ഞിനോടാണ് കുഞ്ഞ് തരിശ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തിട്ടില്ല. മറ്റേ ഞാനൊന്നും കുടിച്ചിട്ടാണ്. അപ്പൊ നീ നമ്മുടെ അനിയത്തെ സലാഡിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ഭംഗിയെ കാണാൻ അരിഞ്ഞു വെച്ചാൽ വയലറ്റ്, പച്ച, ഓറഞ്ച്, ഗ്രീനാണ് പച്ച മനുഷ്യനാണ്. അതെന്താ സലാഡ് ഉണ്ടാക്കിയാലോ? അവിടെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നാമത്തായിട്ട് മല്ലിയ വേണം. നമുക്കൊന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉപ്പിട്ടില്ല. ജസ്റ്റ് കൈ കൊണ്ട് നമുക്ക് ഈ കുക്കുമ്പറൊക്കെ ഒന്ന്. എനിക്ക് ഇഷ്ടാട്ടാ ബിരിയാണിക്ക് കുക്കുമ്പർ ഇട്ട സലാഡ്. ആ മതിയാവില്ല, കുറച്ചൊന്നും ഇല്ല. ആവുന്നു ബിരിയാണി നല്ലപ്പോൾ തുടങ്ങി വിശപ്പ് എൻ്റെ മോനെ. കുറച്ച് പകുതി മതി. ശ്രദ്ധിക്കാനില്ല, മിഠായി കുറേ തിന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി കയ്യിൽ വയ്ക്കാം. അപ്പൊ നമ്മൾ ഈ കൈ കൊണ്ട് തിരുമ്പുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിന്ന് വരില്ല. അതിന് വേറെ ടേസ്റ്റാണ്. കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി കൂട്ടി ഉണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റാണ്. അല്ല ചേട്ടാ? അല്ല കാണുന്നവർക്ക് അങ്ങനെ നോക്കിയാൽ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക, ആട്ട എങ്ങനെ ഉണ്ടാക്കുക? വീട്ടിലല്ലേ ഹോട്ടലുണ്ടാക്കുമ്പോ അവര് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഇത്ര വൃത്തിയിലൊന്നും കിട്ടില്ല. നോക്കണ്ട, നമ്മള് പിന്നെ എപ്പോഴെപ്പോഴും കൈ ഇങ്ങനെ കഴുകി നടക്കുന്ന ആൾക്കാരാ. ജോലി പൊട്ടില്ല അല്ലേ? വേണ്ട, അത് മതിയാ. കുറച്ച് കഴിച്ചോ, നല്ല ടേസ്റ്റ്. കാത്തു അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. കാത്തൂന് മതി. കാത്തൂന് ബിരിയാണി, അമ്മ ബിരിയാണി കഴിക്കും. എൻ്റെ പാല് കാത്തൂന് കിട്ടും. അമ്മ കഴിക്കുന്ന ഫുഡൊക്കെ പാലായി വരുമല്ലോ. നോക്കിയാട്ടാ സൂപ്പർ. എന്നിട്ടേ മല്ലിയില കുറച്ച് കൊടുക്കാം.
പൈനാപ്പിൾ കൂടി അരിയാണ് കഴിക്കണേ ഓക്കെ അപ്പൊ അത് കഴിക്കും പൊടിനാണല്ലോ ഇപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കില്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ കുറേശ്ശെ ആയിട്ട് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വെച്ചില്ല, കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഒരു 3/4 വശം വേവ് കേട്ടോ. 3/4 വശം വേവായിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുത്തോട്ട് നമ്മൾ സബോള വണക്കിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും വറുത്തെടുക്കണം കേട്ടോ. ആ ചിക്കൻ വറുത്ത എണ്ണയിരിക്കും കേട്ടോ സബോള ഞാട്ടത്. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള സബോള ഇരിക്കിട്ടുണ്ട്. ഒരു 4 വലിയ സബോള കനം കുറച്ച് അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സബോള ഒരു അര വശം വാടിയിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചതാട്ടോ അതാണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പണ്ടത്തെ അമ്മമാരെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് എന്താണെന്നറിയോ, നമ്മൾ ഓയിലും ഒന്നും വേസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒക്കെ നല്ല വറുത്ത് കഴിഞ്ഞാൽ ഓയിൽ വെളിച്ചെണ്ണൊക്കെ കളഞ്ഞ് വെളിച്ചെണ്ണ കളയും, എന്നിട്ട് ഉള്ളി വറുക്കുമ്പോൾ വേറെ ആക്കും. നമ്മൾ ആ ചിക്കൻ വറുത്ത സെയിം എണ്ണയിലാണ് നമ്മൾ ഈ സബോളയൊക്കെ വറുത്ത് വണക്കിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഇറങ്ങണ ആ ഗ്രേവിയുടെ ഇതൊക്കെ എണ്ണയിൽ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ മസാലയും ഓക്കെ അത് ജസ്റ്റ് ഇപ്പോൾ ഈ അടിയിലത്തെ ഇത് നോക്കണ്ട, പക്ഷെ അതിങ്ങനെ ഇതിൽ കുതിർന്ന് ഈ ചിക്കൻ കറിയിൽ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടാണ്. അല്ല ചേട്ടാ അങ്ങനെയല്ലേ? അപ്പോൾ എനിക്കൊരു 3 വലിയ തക്കാളി കേട്ടാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കലോ മസാല ഒന്നും ഇട്ടിട്ടില്ല. സബോള ഇട്ടു, വണക്കി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടു, പിന്നെ ഇപ്പം തക്കാളി ഇട്ടാ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തോടെ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആദ്യം കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഊറ്റണമെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, എല്ലാവർക്കും അറിയാലോ. 3/4 വശം വേവായപ്പോൾ ഊറ്റിയോടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ദമ്മിടാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയിലിടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ചിക്കൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ചിക്കൻ മസാല പറ്റി തൈരുണ്ടല്ലോ അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എരിവുണ്ടാവും. അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ച് കുറവിട്ട് കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ളത്ര ഉപ്പിട്ട് കൊടുക്കണം. ഈ കുത്തങ്ങൾ നന്നായി പോട്ടെ. പുളി അടിക്കാൻ വേണ്ടത്, പുളി ഏകദേശം ആയില്ലേ. ഇനി നമ്മൾ ഗരം മസാല കേട്ടോ. അത് വീട്ടിൽ പൊടിപ്പിച്ചത് കുറച്ച് തന്നെ വേണ്ട, ഭയങ്കര മണമായിരിക്കും. നമ്മൾ വേടിക്കണമെന്നാകുമ്പോൾ അത്ര മണമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഏകദേശം നമ്മുടെ മല്ലിപ്പുഴ കുത്തുപോയി. പിന്നെ ഇത് തൈരാട്ടോ, നമ്മൾ നേരത്തെ മസാല പറ്റിയ ചില തൈരും പിന്നെ ചിക്കൻ്റെ കരളുണ്ടായിരുന്നു. അത് പിന്നെ കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ല തൈരും മിളകും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അതെന്തായാലും അതിൻ്റെ കുത്തൊക്കെ ഒന്ന് പോകണമായിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല എരിവുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് വേറുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തരി പഞ്ചസാര ശകലം മതി കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പാണെങ്കിൽ അത് ഇട്ടോട്ടാൽ മതി. ഞാൻ പഞ്ചസാര എനിക്ക് കെച്ചപ്പിനേക്കാളും ഇഷ്ടം പഞ്ചസാരയുടെ ടേസ്റ്റാണ്. അപ്പം എരിവും പുളിയും ഒക്കെ സെറ്റാട്ടാ. തൈര് കൂടെ ഇട്ടിട്ടുള്ള നല്ല കട്ട തൈര്, പുളി കുറഞ്ഞ തൈരായിട്ട് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, നല്ല പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ. കുറച്ചും കൂടി മല്ലിയില ഇട്ടോട്ടെ. എളുപ്പമാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഈ വറുത്ത ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ മസാല സെറ്റാണ് കേട്ടോ. മസാലയുടെ കളറ് നമുക്ക് ശരിക്കും കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നമുക്കൊന്നുകൂടി സോഫ്റ്റായി കിട്ടണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്ക് ഇനി ദമ്മിടാനുള്ള കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു അര കുപ്പി നമ്മുടെ നെയ്യ് എടുത്തോട്ടാണ്.
നെയ്യ് 6 kg എടുത്തിട്ട് അത് ഏത് വേണം എടുക്കാം, മിൽമ ഏത് വേണം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 6 kg ഉണ്ടായിരുന്നു, അതെടുത്തു. അതിൽ കുറച്ച് ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് ഇതിൽ അതിനായിട്ട് ഒരു മുറി ചെറുനാരങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുറി മാത്രം അതിനായിട്ട് നല്ല നീരുള്ള ചെറുനാരങ്ങ, അപ്പോൾ അത് അതിനായിട്ട് പിഴിഞ്ഞ് തന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് പൈനാപ്പിളിൻ്റെ എസെൻസ് ആണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് ഈ പൈനാപ്പിൾ എസെൻസ് കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും പൈനാപ്പിൾ എസെൻസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ കെമിക്കലുകളോ കളറോ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കളറിന് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഞാൻ കേട്ടോ അതിൽ ചേർക്കുന്നത്. അത് കൂടിയിട്ട് നന്നായി ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ടാ ഒരു കണ്ട കറക്റ്റ് വേവാട്ടാ. ഗ്രീൻ പീസ് കുറച്ച് അതിൻ്റെ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പകുതി ഒരു കാവശ്യം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെക്കാൻ എടുക്കാമല്ലോ വെച്ചിട്ട് ഒരു കാവശ്യം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട കറക്റ്റ് ഈ ഒരു വേവ പാടുള്ളൂ. പിന്നെ ദമ്മിൽ എടുത്തിട്ടൊന്ന് അത് വേവില്ല, നമ്മളൊരു 1/4 മണിക്കൂർ ദമ്മിടുമല്ലോ ബിരിയാണി, അപ്പോൾ ഇതിലൊന്ന് സെറ്റായി കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഈ ദമ്മിടാളേൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ നെയ്യും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചത്, ഗ്രീൻ പീസ്, പൈനാപ്പിൾ, പിന്നെ ഇതേ ക്യാരറ്റ് ഇട്ട. ക്യാരറ്റ് ഞാൻ കഴുകിയിട്ടാണ് നന്നാക്കിയത്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നന്നാക്കി കഴുകിയിട്ടാണ്, വേവിച്ചിട്ടൊന്നുമില്ല, ദമ്മിൽ കിടന്ന് വെന്തുള്ളൂ. ക്യാരറ്റൊക്കെ അധികം വേവേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ ഞാൻ വേവിക്കാണ്ട് ഉള്ള പച്ച ക്യാരറ്റ് തന്നെയാട്ടോ ദമ്മിലേക്ക് ഇടുന്നത്. അതിൽ ആവശ്യമുള്ള 2 പിടി എടുത്തു. ബാക്കി അതിനായിരുന്നു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തു കേട്ടോ. വേസ്റ്റ് ചെയ്യണില്ല, പുണുക്കിക്കാണെങ്കിൽ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടം, വെറുതെ നടന്ന് തിന്നോളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചു. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നന്നായി കനം കുറഞ്ഞരിഞ്ഞ മല്ലിയിലും പുതിനയില ആണ് കേട്ടോ ആവശ്യം. മല്ലിയിലയുണ്ട്, പുതിനയിലുണ്ട്, പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള. അപ്പോൾ സബോള നല്ല കറക്റ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വറുത്തെടുക്കുക. ഇങ്ങനെ കരിയിച്ചെടുക്കരുത്. കണ്ട ഈ ഒരു ഗോൾഡൻ ഒരു പുളിയുറുമ്പിൻ്റെ നിറം, ഒരു ഗോൾഡൻ്റെ ഒക്കെ ഒരു നിറട്ടാ. ആ ഒരു നമ്മൾ വറുത്ത് കോരുമ്പോൾ ഒരു 3/4 വശം മതി, പിന്നെ ആ ചൂടിൽ നിന്നിട്ട് ആയിക്കോളും. നമ്മൾ കറക്റ്റ് ഒരു പിന്നെ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് ദമ്മിടാനുള്ള ചിക്കൻ അടിയിൽ ഞാൻ പരത്തി വെച്ചിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി ചെമ്പിലാണ് കേട്ടോ. അത് നന്നായി ആ ചിക്കനൊക്കെ നമുക്ക് ഒരു 3/4 വശം എടുത്ത് ഒരു 1/4 വശം എടുത്ത് മാറ്റി വെച്ചിട്ട്, എന്താ വെച്ചാൽ രാത്രിക്ക് വല്ല ചപ്പാത്തിക്കോ എന്തെങ്കിലും വേണ്ടി വന്നാൽ ഗ്രേവിന്ന് വെച്ചാൽ മാറ്റി വെച്ചു. പിന്നെ റൈസ് കുറേശ്ശെ അതിൻ്റെ മുള്ളിൽ ഞാൻ സബോള വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഇതേ റൈസ് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ഇതേ മല്ലിയില, പുതിനയില, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പൈനാപ്പിൾ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, സബോള, പിന്നെ നമ്മൾ ആ നെയ്യ് എസൻസ് ഇവിടെ ചേർത്ത് വെച്ചിട്ടില്ല, ആ മിശ്രിതം കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും നമ്മളിപ്പോൾ കുറേശ്ശെ റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 1.5 കിലോ റൈസ് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം 2 നേരത്തേക്ക് കഴിക്കാണ്ട് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ കാണുന്ന പട്ടയും ഗ്രാമ്പൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുണുക്കനൊക്കെ അത് കടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ കാണുന്നതൊക്കെ എടുത്ത് കളയും. പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ പൈനാപ്പിളും, മുന്തിരിയും, മല്ലിയിലയും, പുതിനയിലും എല്ലാം ഇട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സത്യത്തിൽ ആ കാണുമ്പോഴും അതിൻ്റെ ഒരു മണം തന്നെ ആ സമയത്ത് എന്തൊരു മണമെന്നറിയുമോ, ദമ്മിടുന്ന സമയത്ത് കൂടുതൽ പൈനാപ്പിൾ എസൻസിൻ്റെ മണമാണ്. പിന്നെ പൈനാപ്പിളും നമ്മൾ അരിഞ്ഞ് ചേർക്കണ്ടല്ലോ, അപ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. കുറച്ച് കൂടുതൽ ഇതൊന്നും നമ്മൾ കഴിക്കുമ്പോൾ അറിയില്ല കേട്ടോ. ഇതൊന്നും എടുത്ത് കളയാനുള്ള സാധനങ്ങളൊന്നുമില്ല. ശരിക്കും റൈസിലൊക്കെ ഒന്ന് ചേർന്ന് കിട്ടും കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ദമ്മിട്ട് വരുമ്പോൾ അത് ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കട്ടെ. സത്യം പറഞ്ഞ സമയത്ത് ഞാൻ സംസാരിച്ചിട്ട് തന്നെ എടുത്തത്, പക്ഷേ കുണിക്കുമ്പോൾ പാട്ട് വെച്ചാലും നമുക്ക് ഡബ്ബിയിടുന്നു. അപ്പോൾ ഞാൻ തൊലി കളയണ്ട കേട്ടോ. വെളുത്തുള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി തൊലി കളയാണ്ട് കഴുകിയിടുക, ഒരു ഉണ്ട പുളി, പിന്നെ ഒരു 4 ഈത്തപ്പഴമാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ചമ്മന്തി ബിരിയാണിക്ക്. ഈത്തപ്പഴം ഇട്ടു, പിന്നെ ഒരു അച്ച് ശർക്കര ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നന്നായി ഇങ്ങനെ ചതച്ച് കണ്ട ഈ ഒരു രൂപമാക്കി എടുക്കണം കണ്ട. ഈത്തപ്പഴവും വെളുത്തുള്ളിയും ശർക്കരയും പുളിയും ഒക്കെ കൂടി യോജിച്ചു കിട്ടുക. ഇതിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ചമ്മന്തി കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സലാഡ് വേണ്ട, അച്ചാർ വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടാണ്. പക്ഷേ ഈ ചമ്മന്തി ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ട, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടണം. നമ്മളിതിൽ അളവുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ല പുളിയും മധുരവും ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു ചമ്മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ചമ്മന്തിയൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ.
കറക്റ്റ് എല്ലാതും പാകമായിട്ട് പിന്നെ ഒന്നും അങ്ങോട്ട് ചേർക്കില്ല. അതിൽ ഉപ്പും എല്ലാതും ഒറ്റയടിക്ക് ഇട്ടപ്പോൾ തന്നെ കറക്റ്റ് അതിൻ്റെ എന്നുവെച്ചാൽ ഏറ്റവും പുളി മധുരം എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് അത് ഇങ്ങനെ ഭയങ്കര അത് ബാലൻസ് ചെയ്യും. അതിൻ്റെ എരിവിനും പുളിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ചെറിയ പാത്രത്തിൽ മാറ്റണം. ഞാൻ വല്ല ഒന്നുകൂടി അമർത്തി നോക്കട്ടെ. എന്താ വെച്ചാൽ ശർക്കര ഇങ്ങനെ പൊടികളുണ്ടാ ഇടയിൽ ഒന്നുകൂടി ഒന്ന് അങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ടില്ല. കക്ക സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായി ഇതിങ്ങനെ നന്നായി ചാലിച്ച് തരണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നന്നായി അതിങ്ങനെ ചമ്മന്തി ഇങ്ങനെ അരച്ചെടുക്കണേൽ അതിൻ്റെ ടേസ്റ്റ് നിൽക്കണം കേട്ടോ. അതൊക്കെ ഏകദേശം നമ്മൾ പാത്രത്തിലേക്ക് ഇങ്ങനെ തുടച്ച് മാറ്റിയെടുത്തിട്ടോ. എന്ന് വെച്ചാൽ ഇത് തരി ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കയ്യിലുകൊണ്ട് തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്രയും ഞാൻ തുടച്ചെടുത്തിട്ട് എന്ന് വെച്ചാൽ അത്രയും ചമ്മന്തി വേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ അത് കേടാവാണ്ട് ഇരിക്കട്ടെ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ആയിട്ടാ കുറച്ച് നേരം കൊണ്ട് ആകുമ്പോഴത്തെ നല്ലതാണ്. പക്ഷേ പുള്ളിയാൾക്ക് വിശക്കുണ്ട്. ആർക്ക് കുണുക്കന് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ എന്താ കാര്യമായിട്ടൊന്നും കനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ വിശപ്പുണ്ടാവും. കുറ്റം പറയാൻ പറ്റില്ല. എടുക്കാല്ലേ? എടുക്കാം. ഞാൻ എടുക്കില്ല. വേറെ വീഡിയോ എടുക്കാനാ. ആഹാ ആ ബിരിയാണിയോടുകൂടി ലയിച്ച് എടുക്കണം എല്ലാ ആൾക്കാരും. സെറ്റായിട്ട് അവർ ഒന്നായി. ഇനി അവരെ നമുക്ക് ഒരുമിച്ചാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഒന്നായി ബിരിയാണിയെ എടുത്ത് മണം എന്താ പറയാ ഭയങ്കര മണല്ലേ ബിരിയാണിയുടെ. ഭയങ്കര മണ്ണോട്ടെ ബിരിയാണിക്ക്. കുഞ്ഞൊരു പ്ലേറ്റ് എടുത്താൽ കുണുക്കിന് കൊടുക്കാൻ. ബാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. കുണുക്കനുള്ളത് ആദ്യം കൊടുക്കട്ടെ. ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണി ഗണപതി കുണുക്കനാണ്. ഇന്ന് ബിരിയാണിയാന്ന് വെച്ച് രാവിലെ കുറേ നാളായിട്ട് ഞാൻ ബിരിയാണി വീട്ടിലുണ്ടാക്കിയിട്ടില്ല. വലുതെടുക്കാനില്ല, ചെറുതിൽ ചൂടാറും പണിയല്ലേ. വലുതെടുക്കാനല്ല. നോക്കിയേ നോട്ടാ കുണുക്കിന്റെ മോൻ കാണിച്ചാലോ. വന്ന് അങ്ങോട്ട് നിൽക്ക് നോക്കട്ടെ. എന്താ ബിരിയാണി നോക്കട്ടെ. ബിരിയാണി ഇവിടെ കൊടുക്കാം. ഹാപ്പി. നമ്മൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് ദിവസമായി നല്ല ഫുഡൊക്കെ കുറച്ച് ദിവസമായിരിക്കണം. അവന് പിന്നെ അധികം ഇതൊന്നും വേണ്ട, വിരുദ്ധകളൊന്നും വേണ്ട. ഇതൊന്ന് ചിക്കൻ എടുക്കണം അവന്. ചിക്കൻ അവിടെ പോയി. ഇല്ല മണ്ണൂടെ കണ്ടിരുന്നു. സഭയില്ല. ഹാപ്പി അതിന്റെ കണ്ടിട്ട് എന്തോ ഇതിനായിട്ടല്ല നമ്മള് സെറ്റ് ആക്കുന്നത്. നമുക്ക് തിന്നാനല്ലല്ലോ പണിയെടുക്കണത്. കുറച്ച് കഷ്ടപ്പെടുന്നത് ഈ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിട്ട്. വെക്കട്ടെ കുറച്ചുകൂടി രസമുണ്ടോ. ഇവിടുത്തെ കിട്ടിയില്ലേ അതിൻ്റെ സൂപ്പറാണ്. കുളിച്ചോ? അയ്യോ അച്ഛനോട് സംസാരിക്കാൻ 5 മിനിറ്റ് കഴിഞ്ഞു പോയപ്പോൾ
ഒരു 50 lakhs സ്റ്റേക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സൈറ്റ് പറഞ്ഞേ അല്ല ശരി വിഷമമാണ്. ഇതൊക്കെ നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നു. നോ പ്രോബ്ലം. ഇതൊക്കെ കമ്പനി ജോലി കാണാനല്ലേ ഞാൻ ചോട് വന്നു. താങ്ക് യു താങ്ക്സ് അല്ലോ. അപ്പോൾ നമ്മൾ പാർട്ടിക്കാൻ ഓക്കെ. പിന്നെ അച്ഛനോട് പാർട്ടി കൊടുക്കണം. വീണ്ടും മോഹൻ അപ്പോൾ ആ സെറ്റിൽ റിലാക്സ് ഓക്കെ. ഡോണ്ട് മിസ്റ്റേക്ക് മീ ഓക്കെ. ഡോണ്ട് ഫീൽ ബാഡ് ഓക്കെ. അപ്പോൾ തീരെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണീൻ്റെ പപ്പടം ഉണ്ട്. ഇലയില കഴിക്കുന്നുണ്ട് പപ്പടം. പിന്നെ ഇത് പൈനാപ്പിള്, ഈത്തപ്പഴത്തിൻ്റെ ചമ്മന്തി, നാരങ്ങ അച്ചാർ, സലാഡ്, പിന്നെ ചിക്കൻ്റെ ഗ്രേവി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലയിൽ കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ കഴിക്കാനുള്ളതിനെ വിളിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിക്കണ്ട ഫുഡ് ചലഞ്ചാ. ഫുഡ് ചലഞ്ചാ. അപ്പം പിന്നെ നല്ല ഈനത്തിന് നമ്മുടെ കാർട്ടൂൺ ഉറങ്ങുന്നുണ്ട് കേട്ടാ. കുഞ്ഞ് കുളിക്കണമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ അപ്പോൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എൻ്റെ മോന് പൈനാപ്പിൾ വേണം അല്ലേ? എങ്ങനെയുണ്ട് കഴിച്ചേക്ക്? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ബിരിയാണി ഒക്കെ തിന്നില്ല വേണമെന്നറിയാൻ. അച്ഛാ അടിപൊളിയാ. സൂപ്പർ ബിരിയാണി. അത്ര എന്തായാലും മതിയാവില്ല. ഇനി എന്നിട്ട് അവിടെ എടുത്തിട്ട് വരെ ഞാൻ തന്നതല്ല. ബിരിയാണി ഉണ്ട്. ഏട്ടുണ്ട് ചക്കമ്മ കൊടുക്കാൻ. സൂപ്പർ സൂപ്പർ. കുഞ്ഞൊന്നും പറയാത്ത ഞാൻ ഇതാണ്. അതൊക്കെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. സലാഡും ഒക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചമ്മന്തിയും. എന്തോരം ബിരിയാണി ഞാൻ കഴിച്ചത്. നല്ല രസമുണ്ട്. ഇപ്പോഴും അതിനെ ടേസ്റ്റ് പോകില്ല. എത്രയൊക്കെ മോഡല് ബിരിയാണി ഇറങ്ങിയാലും പണ്ടത്തെ കാലത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്ത ടേസ്റ്റ്. ഇപ്രാവശ്യം എല്ലാവരും ക്രിസ്മസിന് ഇത് ഉണ്ടാക്കിയാതിട്ടാണ്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന അണിച്ചു. അപ്പോൾ ഉച്ചത്തെ ഫുഡ് ആക്കിയില്ലേ. ഇനി രാവിലെ നമുക്ക് നല്ല പാലപ്പം ചിക്കൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചാൽ കേട്ടോ. ഇത് വേണം. ഉണ്ടാക്കിക്കോ. ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടല്ലോ എപ്പോഴും. ഈസ്റ്റർ കഴിഞ്ഞ അപ്പൊ ഉണ്ടാക്കിക്കോ. എന്തായാലും കഴിഞ്ഞു പോയില്ലേ. പിന്നെ രാത്രിക്ക് എന്താ ഉണ്ടാക്കുന്നത്? നല്ല എരിവുണ്ട് കേട്ടോ ബിരിയാണി. നല്ല എരിവും നല്ല ടേസ്റ്റ്. പ്രാവശ്യം മറക്കുമ്പോടി അല്ലേ? ഒരു പപ്പടം കൂടി തരുമോ? പപ്പടം വേണം കേട്ടോ. ബിരിയാണിക്ക് പപ്പടം. എനിക്ക് നാളികേര ചമ്മന്തിയേക്കാളും കൂടുതൽ ഇഷ്ടം. അല്ല ഈ ചമ്മന്തി രസം. നാളികേര ചമ്മന്തിക്ക് എത്ര ബിരിയാണിക്ക് ഇഷ്ടമല്ല. ഞാൻ 2 പപ്പടും കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനെ ജയിച്ചു ശരിക്കും. അല്ലമ്മ പൈസല്ല എന്നിട്ട് എടുക്കാനായിട്ടാ എടുത്തോന്റെ ബിരിയാണി. കുറച്ചിട്ട് എടുത്തപ്പോ പറ്റില്ലേ പറഞ്ഞ് കുറെ ഇട്ടത് കഴിച്ചത് കണ്ടല്ലോ. അത്ര എഴുതൊന്നുമില്ലല്ലോ. നല്ല ഇതൊന്നുമില്ല.
ചോദിച്ചു നോക്കും ഇതൊക്കെ ആറ്റാതൊന്നും എനിക്കല്ലടി കഴിഞ്ഞു പറയും. മിണ്ടില്ല. എന്തായാലും ഞാൻ തിന്നിട്ട് പാവം പൊന്നും വിമർശനം അടിച്ചിട്ട് അവിടെ നിൽക്കും. കുഞ്ഞ് ക്ഷീണിച്ചാ? കുഞ്ഞിന്റെ കുഞ്ഞെങ്ങനെയുണ്ട്? കുഞ്ഞൻ ബിരിയാണിയുടെ അഭിപ്രായം പറഞ്ഞല്ല. അടിപൊളി ബിരിയാണി ഇഷ്ടമായി. കുഞ്ഞിന്റെ പണ്ടത്തെ സൈക്കൊക്കെ ഇപ്പൊ മാറി. കഴിക്കുമ്പോ നേരം കളയാൻ പറ്റില്ല. കഴിക്കുമ്പോ സംസാരിക്കാൻ നേരം ഇല്ല. കൊണ്ട് ഓർമ്മയില്ല നമുക്ക്. ഒരു 15 വയസ്സ് ഇഷ്ടമല്ലാത്ത ബിരിയാണി തടി വെച്ച് ഇപ്പോൾ തടിയൊക്കെ വെടിച്ചാൽ നിർത്തിയാ പരിപാടി. പിന്നെ അവർക്ക് ടൈമില്ല. ആദ്യം എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇങ്ങനെ രാവുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കലായിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോഴും പണിയുണ്ടാവും. കുട്ടികളെടുക്കുക പിന്നെ കുണുക്കി വാഴ വെച്ചോട്ട് മടുപ്പ് വരും. ആദ്യം അവൾക്ക് ഇപ്പൊ അവർക്ക് ഇടക്കിടക്ക് വായിച്ചു കൊടുക്കണം. ബാക്കി ആ ഞാൻ ബിരിയാണി എടുത്തിട്ട്